ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മൂല്യങ്ങൾ ഉള്ളവർക്കേ വിലയുള്ളൂ. മൂല്യങ്ങളാണ് മനുഷ്യരുടെയും വസ്തുക്കളുടെയും വിലയിടുന്നത്. സുഗന്ധദ്രവ്യത്തിന് ഇത്രമേൽ വിലയുള്ളത് അതിന് സുഗന്ധം എന്ന മൂല്യമുള്ളത് കൊണ്ടാണ്. ആ മൂല്യം എന്ന് നഷ്ടപ്പെടുന്നുവോ അന്നതിൻ്റെ അവസാനമാണ്. നമ്മുടെ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണേ. നമ്മുടെ ഹൃദയത്തിലെ സുഗന്ധം നഷ്ടപ്പെടുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതാകും. സുവിശേഷത്തിൽ ഹൃദയമാകുന്ന സ്ഫടികച്ചപ്പിൽ സുഗന്ധദ്രവ്യം നിറച്ച് അതിൻ്റെ പരിമളം അനേക ജീവിതങ്ങളിലേക്ക് നിറച്ച കർത്താവിനെ നമുക്ക് കാണാം. പക്ഷെ ലോകം അവനെ അപമാനത്തിൻ്റെയും നീചത്വത്തിൻ്റെയൊക്കെ കുരിശിൽ തൂക്കിക്കൊന്നു. അങ്ങനെ ഒരു മരണം സ്വീകരിച്ച ഒരുവൻ്റെ മൃതദേഹം വേണമെങ്കിൽ കുപ്പയിൽ തള്ളാമായിരുന്നു. പക്ഷേ അരിമത്ഥ്യക്കാരൻ ജോസഫിനും നിക്കോദേമോസിനും അതിന് തോന്നിയില്ല. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി യഹൂദ പാരമ്പര്യം അനുസരിച്ച് തന്നെ അവനെ സംസ്കരിച്ചു. ജീവിതത്തിൽ എന്നും സുഗന്ധം സൂക്ഷിച്ച ആൾക്ക്, അത് അനേകരിലേക്ക് പകർന്നയാൾക്ക് കിട്ടിയ സമ്മാനമാണത്. ചില ജീവിതങ്ങളെ നമുക്ക് കാണാം, കണ്ണഞ്ചിപ്പിക്കുന്ന പുറമോടികളാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് ജീർണിച്ചില്ലാതാവുന്നതിൽ നല്ലത് സുഗന്ധം പരത്തി തേഞ്ഞില്ലാതാവുന്നതല്ലേ. 1862 പുറത്തിറങ്ങിയ വിക്ടർ ഹ്യൂഗോയുടെ ക്ലാസിക് നോവലുണ്ട്, പേര് ലെസ് മിസറബിൾസ് എന്നാണ്. ജീൻ ജാൽജിമിൻ്റെ കഥയാണ് അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. വിശക്കുന്ന കുഞ്ഞിൻ്റെ വിശപ്പടക്കാനായി ഒരു കഷ്ണം റൊട്ടി മോഷ്ടിക്കുന്ന കഥാപാത്രത്തിന് തുടർന്നുണ്ടാവുന്നത് അവഗണനയും ഒറ്റപ്പെടുത്തലും മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ആശ്വാസമാകുന്നത് അവിടുത്തെ ബിഷപ്പാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതോടെ അവൻ്റെ ജീവിതത്തിന് ചിറക് മുളയ്ക്കുന്നുണ്ട്. എത്രത്തോളം സുഗന്ധമായിരിക്കും അവരുടെ ഹൃദയങ്ങളിലുള്ളത്. ക്രിസ്തു അനുയായികളാണെന്നൊക്കെ നെഞ്ച് വിരിച്ചുകൊണ്ട് ചങ്ക് തൊട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നന്മയുടെ സുഗന്ധം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരണം. അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് നീർക്കുമ്മിള പോൽ ആയുസ്സില്ലാതാകുമെന്നുള്ളതാ. 1000 സുഗന്ധദ്രവ്യ കൂട്ടുകളേക്കാൾ സുഗന്ധമുള്ള കർത്താവിൻ്റെ സുഗന്ധമല്ലേ നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ച് അനേകരുടെ ജീവിതങ്ങളിലേക്ക് പകരാൻ ഈ തപസ്സുകാലത്ത് നമുക്ക് സാധിക്കട്ടെ. ആമേൻ.